ഹലോ അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാളക്കലാഞ്ചിയാണ്, ലക്ഷദ്വീപ് സ്പെഷ്യലായിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1.5 ഗ്ലാസ് അരിയും പച്ചരിയാണല്ലേ, പച്ചരിയും 2 മുട്ടയും എടുത്തിട്ടുണ്ട്. അത് ഗ്രൈൻഡറിലിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൂസാക്കിയാണ് എടുത്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ഇതിനു മുമ്പ് കെലാഞ്ചിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുന്ന അതേ മാവ് തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണയായി നമ്മൾ ഉരുളിയിലാണ് കിലാഞ്ചി ചുട്ടെടുക്കാറ് അല്ലേ? അതെ, ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പറ്റാത്ത കാരണം നമ്മൾ നോൺ സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കെലാഞ്ചി ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, കെലാഞ്ചിയും ഫാലും. അതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനും നമ്മൾ കെലാഞ്ചി ഉണ്ടാക്കണം ആദ്യം. അപ്പോൾ അതേ പ്രോസസ്സിൽ തന്നെയാണ് നമ്മൾ കെലാഞ്ചി ഉണ്ടാക്കുന്നത്. കെലാഞ്ചി ആദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെയാണ് ഇതുണ്ടാക്കാൻ വേറൊരു രീതിയാണ്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിന് വേണ്ടി ഒരു ബാളക്കലാഞ്ചി ഉണ്ടാക്കാൻ 2 കെലാഞ്ചി വേണം അല്ലേ. അപ്പോൾ ഞങ്ങൾ ആദ്യം 2 കെലാഞ്ചി ഇങ്ങനെ ചുട്ടു വെക്കുന്നുണ്ട്. ആദ്യത്തെ കെലാഞ്ചിൽ നിന്ന് സൈഡ് ഇങ്ങനെ നമ്മൾ സൈഡിൽ നിന്ന് ഇത് ഈ കാണുന്ന പോലെ മുറിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും. 2 സൈഡും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത്. നേരിട്ട് കണ്ടിട്ടില്ല, കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ബാളക്കലാഞ്ചി. അപ്പോൾ കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ദ്വീപിൽ നിർബന്ധമാണ് അല്ലേ. അതെ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് കുറേ പലഹാരങ്ങൾ കൊടുക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു ഐറ്റം ആണെന്ന് പറയാം അല്ലേ. അതെ, അങ്ങനെ ഇതാണ് ബാളക്കലാഞ്ചി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 2 കെലാഞ്ചി നമ്മൾ ചുട്ടെടുക്കും. ഓക്കെ, അങ്ങനെ നമ്മളിത് ആദ്യത്തെ കെലാഞ്ചി ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ആദ്യം നമ്മളുണ്ടാക്കിയ കെലാഞ്ചി എന്നാണ് നമ്മൾ സൈഡൊക്കെ മുറിച്ച് ഇങ്ങനെ മാറ്റി വെച്ചത്. പിന്നെ ഇനിയാണ് 2 കെലാഞ്ചിയുടെ ആവശ്യം അല്ലേ. നടുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ തന്നെ 2ാമത്തെ കിലാഞ്ചിയും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഭാഗം നടുക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ സൈഡൊന്ന് മുറിച്ചെടുക്കും. നല്ല ഷേപ്പ് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ സൈഡ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ സൈഡിൽ നിന്ന് ഇനി നടുക്ക് വെക്കാനുള്ള പീസ് നമുക്ക് കിട്ടും. അപ്പോൾ വേസ്റ്റായി പോകുന്നില്ല. ആ ഭാഗവും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ബാളക്കലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം മുറിച്ച് വെച്ചിട്ടുള്ള ആ സൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ മുറിച്ച് വെച്ച ആ പീസിൽ നിന്നാണ് ഇപ്പോൾ ഉമ്മ മുറിച്ച് നടുക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റായി പോകുന്നില്ല, നമ്മളതും എടുക്കുന്നുണ്ട്. അങ്ങനെ 2 ബാളക്കലാഞ്ചി ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മാവ് നമുക്കിവിടെ 2 മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാവ് ബാക്കി വന്ന കാരണം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കെലാഞ്ചി ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ഉമ്മ ഇവിടെ കെലാഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബാളക്കലാഞ്ചി എന്ന് എന്തിനാണ് ഇതിന് പേര് വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുമ്പോഴാണ് ഉമ്മാനോട് ഇപ്പോൾ ചോദിച്ചത്. ഇപ്പോഴാണ് എനിക്കറിയുന്നത്. ആ കഥ ഉമ്മ ഒന്ന് പറയൂ. പണ്ടൊക്കെ ഈ ബാളക്കലാഞ്ചി ഉണ്ടാക്കുമ്പോൾ പഴം മുറിച്ചിട്ട് നെടുക്ക് വെച്ച് കൊടുക്കലാണ് പതിവ്. ഈ ബാളക്കലാഞ്ചി നമ്മളിപ്പോൾ ഉണ്ടാക്കില്ലേ, ലെയർ വെക്കുന്ന ആ സ്ഥലത്തായിരിക്കും നെടുക്ക് പഴം മുറിച്ചിട്ട് വെച്ച് കൊടുക്കുമായിരുന്നെന്ന്. അപ്പോൾ പഴം വെക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേടാവും, ചീത്തയായി പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ള ആൾക്കാർ കണ്ടുപിടിച്ചതാണ് ഈ കിലാഞ്ചിയുടെ സൈഡ് തന്നെ നല്ല മൊരിഞ്ഞ ഭാഗം മുറിച്ച് മാറ്റിയിട്ട് നമ്മൾ വെച്ച പോലെ വെച്ച് കൊടുക്കും. അതാവുമ്പോ കുറേ ദിവസം നിൽക്കും, കേടൊന്നും ആവില്ലല്ലോ. പിന്നെ ബാളക്കലാഞ്ചി ഞങ്ങളുടെ അവിടെ പഴത്തിനൊക്കെ ബാളപ്പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പഴം വെക്കുന്നതുകൊണ്ടാണ് ബാളക്കലാഞ്ചി എന്ന പേര് വന്നത്. നമ്മൾ ഇനിയിപ്പോൾ അത് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി എണ്ണ ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് അല്ലേ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നമ്മൾ കല്യാണ ആവശ്യത്തിനൊക്കെ ഓയിലാണ് ഉപയോഗിക്കല്. കാരണം കുറച്ച് ദിവസം വെക്കുന്നതുകൊണ്ട് അത് വെളിച്ചെണ്ണയാകുമ്പോൾ കാറൽ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. നമ്മളിതിപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നില്ല, ഇന്ന് തന്നെ കഴിക്കുന്നതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തു. പിന്നെ അധികം ദിവസം വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഞങ്ങളിത്
രണ്ടെണ്ണവും ഒന്നിച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പൊരിഞ്ഞ് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിങ്ങനെ പൊങ്ങി ബലൂൺ പോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പൊട്ടിപ്പോവോ, ഇത് പാളിപ്പോവോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതേ ഒരു സൈഡ് ചെറുതായിട്ട് ഒന്ന് നിറം മാറി വന്നപ്പോൾ നമ്മളത് മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ടൈം എടുക്കും അല്ലേ? ഇത് ഒരുപാട് ടൈമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കും. വെന്ത് കിട്ടണമല്ലോ. ചെറിയ തീയിൽ വേണം ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മളവിടെ കല്യാണത്തിനൊക്കെ ഇത് 100-150 ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഇത് ഓയിലിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടതിന്. അങ്ങനെ നമ്മുടെ ബാളക്കലാഞ്ചി കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതും നമ്മളിതുപോലെ തന്നെ കോരി മാറ്റി എടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ, ഞാൻ ഇങ്ങനെ സക്സസ് ആയി വരുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കണം, കുറച്ച് കട്ടിയിൽ തന്നെ അല്ലേ? അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ തിക്കായിട്ട് വരണം ഷുഗർ സിറപ്പ്. അങ്ങനെ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളമൊക്കെ വെച്ച് നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്, നമ്മൾ ഇടക്കിളക്കിക്കൊണ്ടിരിക്കണം, വെള്ളം വറ്റിച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് വെള്ളം കൂടിപ്പോയി ഒഴിച്ചത്. ഇപ്പം ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ടൈറ്റായിട്ട് വരണം. ദേ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു നമുക്ക് മനസ്സിലാവല്ലോ, നല്ല ടൈറ്റായി വരണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് എടുത്ത് നമ്മുടെ ബാളക്കലാഞ്ചിയുടെ മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിൻ്റെ കൂടെ ഷുഗർ സിറപ്പും കൂടി വരുമ്പോൾ. എന്താ പറയുക, നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറായാലും അത് നമുക്ക് നല്ലതല്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് ഓവറാക്കില്ല, എന്നാലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ആദ്യം കെലാഞ്ചി ഉണ്ടാക്കണം, പിന്നെ അത് മടക്കി ഇതുപോലെ പൊരിച്ചെടുക്കണം, പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. പിന്നെ കല്യാണ ആവശ്യത്തിന് നമുക്ക് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നിർബന്ധമാണ്. ഞാൻ കഴിഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും ഈ ബാളക്കലാഞ്ചി ഉണ്ട്. നമുക്ക് കല്യാണത്തിന് നമ്മുടെ വീട്ടിലേക്കും തരും, അതായത് ചെക്കൻ്റെ വീട്ടിലേക്കും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തരും. അത് മാത്രമല്ല, നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വെച്ച് കൊടുക്കും അല്ലേ? ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് പലഹാരം തരും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് നമുക്ക് നിർബന്ധമായിട്ടും തരാറുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ബാളക്കലാഞ്ചി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 2 സുന്ദരികളായ ബാളക്കലാഞ്ചി അങ്ങനെ നമ്മളെ നോക്കിയിരിപ്പുണ്ടല്ലേ? അതെ, ചൂടുണ്ടായിരുന്നു എടുക്കുമ്പോൾ, അതാണ് ഞാൻ അധികം നേരം എടുത്ത് കയ്യിൽ വെക്കാത്തത്. ഇനി ഉമ്മ നമുക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഉമ്മ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണല്ലേ? ഉമ്മ കഴിച്ച സാധനമാണ്, എന്നാലും ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്. എങ്ങനെയുണ്ട്? നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉമ്മ ഇത് കുറെ കാലം കൂടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോ പാളിപ്പോവോന്ന് അറിയില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചുണ്ടാക്കിയതായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.